പൊതുജനം മണ്ടരല്ല സാറേ എന്ന ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ റീൽസ് ചിത്രീകരണം ശരിയോ തെറ്റോ, എന്താണ് പ്രേക്ഷകരുടെ അഭിപ്രായം എന്ന് ചോദിച്ചിട്ട് വരാം. പൊതുജനം മണ്ടരല്ല സാർ. സർക്കാർ ഓഫീസിലെ റീൽസ് ചിത്രീകരണത്തെ കുറിച്ചുള്ള വാർത്തകളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ എന്താണ് ഈ ഒരു പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു ഇതാണോ ആ ഒരു ഉദ്യോഗസ്ഥർ ചെയ്തത്? എന്താണ് എനിക്ക് പറയാനുള്ളത്? അവരിപ്പോൾ റീൽസ് എടുത്തിരിക്കുന്നത് വെച്ചാൽ ഞായറാഴ്ചയാണ്. അതെ. അപ്പോൾ അവർക്ക് ജോലി തീർക്കാനുള്ളത് അവർ തീർക്കാൻ താല്പര്യരായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് അതിന് എല്ലാവരും പറയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നില്ല, അങ്ങനെയല്ലേ പൊതുവേ ഉള്ളൊരു ധാരണ. പക്ഷെ അങ്ങനെയല്ല. പക്ഷേ ഞായറാഴ്ച അവർക്ക് ജോലിയുണ്ട്. പക്ഷെ അവർ ഞായറാഴ്ച കൂടി വരാൻ തയ്യാറായി. ഇപ്പോൾ രാവിലെ നമുക്കറിയാം ഈ നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ പീപ്പിൾസ് കൂടുതലായിട്ടും അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ വരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രെസ് അവർക്ക് രാവിലെ 10 തൊട്ട് 5 വരെ കാണും. അപ്പോൾ എന്നിട്ട് ഞായറാഴ്ച അവരുടെ ജോലി തീർക്കാനായിട്ട് അവർ വരാൻ തയ്യാറായി. അവരിപ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ കാണുമ്പോൾ അറിയാം, അങ്ങനെ എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ, വേറെ പുറത്തൊന്നും ആൾക്കാരൊന്നുമില്ല. അപ്പോൾ തിരക്കില്ലാത്തൊരു സമയത്ത് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു റീൽസ് എടുത്താൽ എനിക്കങ്ങനെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായമുള്ളത് നല്ല കാര്യം തന്നെ. അല്ല, ഇതിനെതിരെ അഭിപ്രായമൊന്നുമില്ല. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അല്ല, കാരണം നമുക്ക് അതിനകത്ത് കാണുമ്പോൾ അറിയാം പീപ്പിൾസ് ആരും അവിടെ നിൽപ്പില്ല, എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ജോലി തീർത്തിട്ടായിരിക്കണമല്ലോ അവരങ്ങനെ ചെയ്തത്. അപ്പോൾ അതിന് അവരുടെ സ്ട്രെസ് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ അതൊരു നല്ല രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ അവരുടെ ഒരു റിലാക്സേഷൻ എന്ന നിലയിലാണ് അതിനെ കണ്ടാൽ മതി. അല്ലാതെ പ്രത്യേകിച്ച് അതിനെതിരെ ഒരു നടപടിയോ അല്ലെങ്കിൽ ഒരു വിദ്വേഷമോ കാണിക്കേണ്ട ആവശ്യമില്ല. അത്രയധികം ബുദ്ധിമുട്ടുന്ന സർക്കാർ ജീവനക്കാരാണ്. ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് മാറ്റാൻ വേണ്ടി ഇപ്പൊ ഈ ആൾക്കാരൊന്നും ഇല്ല. അവിടെ റീൽസിനകത്ത് കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ ആൾക്കാരെ അവിടെ നിർത്തിയിട്ട് ഇവരത് ചെയ്യുമല്ലോ ചെയ്യും. നമുക്ക് കാണുമ്പോൾ അതിനകത്ത് വീഡിയോക്കകത്ത് കാണുമ്പോൾ അറിയാം ആരുമില്ല, ആ എംപ്ലോയീസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ ഒരു റിലാക്സേഷൻ വർക്കിംഗ് ഡേയ്സിലും ഇത്തരത്തിലുള്ള ഒരു റിലാക്സേഷൻ പരിപാടി വെക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വർക്കിംഗ് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ അതായത് നമുക്ക് മറ്റു പീപ്പിൾസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ലെന്നേ ഉള്ളൂ. അല്ലാതെ എതിരഭിപ്രായമൊന്നും ദിവസം അല്ലാതെ ഒരു സൺഡേയില് വർക്ക് ചെയ്തെന്നാണ് കേട്ടത്, ന്യൂസിൽ മന്ത്രി പറഞ്ഞത്. അതെ, അത് പ്രത്യേകിച്ച് പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ സാധാരണ എല്ലാവർക്കും ഉള്ള അവകാശം അവർക്കും ഉണ്ടല്ലോ. വർക്കിംഗ് ഡേ സർക്കാർ ഓഫീസാണ്, വർക്കിംഗ് ഡേ അല്ലായിരുന്നു. പിന്നെ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ചെയ്തു എന്നാണ് കേട്ട റിപ്പോർട്ട്. നേരിട്ട് കണ്ടിട്ടുള്ള അറിവില്ല. അതിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല. ഇല്ല, അത്രേ ഉള്ളൂ. അവർക്കും കാണുന്നവർക്കും അത്രേ ഉള്ളൂ. ട്രെൻഡിന് പുറകെ അവരും ട്രെൻഡിന് പുറകെ ആയിരിക്കണം. ഒരു മാറ്റം അവരും കൂടെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. എല്ലായിടത്തും ഇതുണ്ട്, നഴ്സിംഗ് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ എല്ലാവരും ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവർക്കൊരു ട്രെൻഡിന് പുറകെ പോയതായിരിക്കാം. അത് മോശം തന്നെ. അത് എവിടെ ആയാലും അവരവരുടെ ഡ്യൂട്ടി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്തായാലും നമുക്ക് ചെയ്യാതെയാണ് ഇതിങ്ങനെ ചെയ്തതെന്ന് നമുക്ക് സത്യം അറിയത്തില്ലല്ലോ. ഇപ്പൊ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യുന്നതിൽ ഒരു പ്രശ്നം അവരും ട്രെൻഡിനോടൊപ്പം ചെന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് അവർ ചെയ്തിരുന്നെങ്കിലും ഓക്കെ. ഇത് സോഷ്യൽ മീഡിയയിലിട്ട് ആ ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു. വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് എന്തോ രാഷ്ട്രീയ താല്പര്യമാണോ മറ്റെന്തെങ്കിലും ആണെന്ന് അറിയില്ല. എന്തായാലും ആരോ എടുത്ത് വൈറലാക്കി പ്രശ്നമാക്കിയതാണെന്ന് തോന്നുന്നു. മന്ത്രിയുടെ ഇതിൽ വരെ എത്തിയില്ലേ അത്? പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരൻ എടുക്കേണ്ട ആവശ്യമില്ല. വലിയ ഉദ്യോഗസ്ഥരായാലും താഴ്ന്ന ആൾക്കാരും മനുഷ്യരല്ലേ. ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുന്ന സമയത്ത് എന്തായാലും വൈറലാവാൻ വേണ്ടി കൂടെ അവർക്കറിയാലോ, ഇത്ര പേര് കാണുന്നതാണ്. എന്തായാലും അങ്ങനെ ആണെങ്കിൽ എന്തായാലും ഇത് പ്രശ്നമാവുമെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ എന്തായാലും ഇടുന്നത്. ഇത് ആരും നെഗറ്റീവ് ആണെന്ന് അവർ ഒരിക്കലും ചിന്തിക്കുന്നില്ലായിരിക്കും ഒരു പക്ഷേ. അല്ല, എന്താണ് ഇങ്ങനൊരു ഉദ്യോഗസ്ഥർ ചെയ്തതിനെ കുറിച്ച് പറയാനുള്ളത്? നീതിപരമായിട്ടുള്ളൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാനും ഒരു റിട്ടയർഡ് ടീച്ചറാണ്. അപ്പം നമ്മളും ആ സർവീസ് 33.5 വർഷം സർവീസ് ചെയ്തതാണ്. അപ്പം നമുക്ക് കുട്ടികളുടെയൊക്കെ എങ്ങനെയാണ് നീതി പുലർത്തിയത്? ആ നീതിപരമായിട്ടുള്ള കാര്യത്തിൽ ഇന്നും ആ കുട്ടികളുടെ രക്ഷകർത്താക്കൾ നമ്മളെ ഓർക്കുന്നുണ്ട്. അപ്പം നീതിപരമല്ലാത്ത ഒരു ജീവിതം വരുമ്പോൾ നമ്മൾ വെറുക്കുകയാണോ സന്തോഷിക്കുകയാണോ ചെയ്യുന്നത്? ഒരു ഓഫീസിൽ നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ വെറുതെ ഓഫീസിൽ പോകില്ലല്ലോ, എന്തെങ്കിലും ഒരു കാരണത്തിനല്ലേ പോയത്. അപ്പോൾ ആ കാരണം അവർ വാങ്ങിയിട്ട് അത് നടത്താക്കി തരാൻ അവരെ കൊണ്ട് കഴിയുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഒരു ഡേറ്റ് പറഞ്ഞ് നമ്മളെ കയറി ഇറക്കിക്കും.
അപ്പം നമ്മൾ എത്ര മാനസികമായിട്ട് സംഘർഷം ഉണ്ടാവും അല്ലേ? അപ്പം ഇന്നത്തെ ആ ഗവൺമെൻറ്റിൻ്റെ എനിക്ക് വളരെ പരിതാപകരമാണ്. അവർ ഏത് അവസ്ഥയിലാണ് അവർ അങ്ങനെ ചെയ്യണമെന്നുള്ളത് എനിക്കറിയില്ല മോളെ. ഞങ്ങളൊക്കെ 33.5 വർഷം സർവീസ് ചെയ്താലും ഞങ്ങൾക്ക് തല നിവർന്നു നിന്ന് പറയാം കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് ഞങ്ങൾ പെരുമാറിയിട്ടുള്ളതെന്ന്. അപ്പൊ അവർക്കൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിലാണ് നടപടിയൊന്നും സ്വീകരിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് ഇന്നത്തെ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ശരിയാണോ തെറ്റാണോ? എന്താണ് തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും, തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും. അല്ല, ഒരു ഞായറാഴ്ച ദിവസവും അവർ ഓഫീസിൽ വന്ന് എന്താ ഇങ്ങനെ ഫയലുകളെല്ലാം നോക്കുക എന്നുള്ളത് അതും അവരൊരു പ്രവൃത്തി ദിവസമാക്കി എടുത്തു. അതിൻ്റെ ഇടയിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലാണ് പലരും അതിന് നടപടി സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നത്. നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യണം, എൻ്റർടൈൻമെൻറ്റ് അവർക്ക് വേണം. കാരണം അവർക്ക് തലചുരുക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ടെൻഷൻ വരും. ചില കുട്ടികളെ, എല്ലാ കുട്ടികളും ഒന്നുപോലെയാണോ? അപ്പം അല്ല. അപ്പം കാര്യങ്ങളെല്ലാം പല വിധത്തിലാണ്. അപ്പം നമുക്കും ടെൻഷൻ ഉണ്ടാവും. നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് റിലാക്സേഷൻ വേണം അല്ലേ? അതിന് ഉറപ്പാണ്. അതെനിക്ക് സന്തോഷമാണുള്ളത്. പക്ഷേ നീതിയായിട്ടുള്ള ഒരു പെരുമാറ്റത്തെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവരെന്ത് ചെയ്താലും ശരി, അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ നീതിയില്ലാത്ത ഒരു അനീതി കാണിക്കുമ്പോഴേ നമുക്ക് മാനസികമായിട്ട് സംഘർഷം ഉണ്ടാകും. പിന്നെ അവരെയും പറഞ്ഞിട്ട് കാര്യമല്ല, പല പല ചുറ്റുപാടുകളിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ഒരിടത്ത് വരുമ്പോൾ അതിലായിരിക്കണം അവരുടെ. അതെ, ഒരു സർക്കാർ ഓഫീസിൽ അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി പാടില്ലായിരുന്നു എന്നാണ് അഭിപ്രായം. അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അഭിപ്രായം ശരിയല്ലല്ലോ മോളെ. നമുക്കും പലർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ടല്ലോ. നമുക്കും പൂർണ്ണതയുള്ളവരല്ലല്ലോ. ആ പൂർണ്ണതയുള്ളതല്ലാത്തത് കൊണ്ട് നമുക്ക് വിധിക്കാൻ പറ്റില്ല. എന്തായാലും അഭിപ്രായം പറയാം. അപ്പൊ എന്റെ മനസ്സിലുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ശരിയായതല്ല എന്നാണല്ലോ മാഡത്തിന്റെ അഭിപ്രായം. ഈ ഒരു അഭിപ്രായം തന്നെയാണ്. അപ്പൊ അതിനോട് യോജിക്കുന്നില്ല. ഭൂരിപക്ഷം ജനങ്ങളും അവർ അങ്ങനെ ചെയ്തോട്ടെ, അവർക്കും ഒരു സമയം ഞായറാഴ്ചയും പ്രവൃത്തി ചെയ്തു, എന്നിട്ടും അവർക്ക് അങ്ങനെ ഒരു സമയം വേണം എന്നൊക്കെയാണ് പലരും പറയുന്നത്. അതിനോട് യോജിപ്പില്ല. ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവരുടേതായിട്ടുള്ള അങ്ങനെയല്ല, ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് തെറ്റാണ്. അതൊരു സർക്കാർ ഓഫീസിൽ നമ്മൾ പോയാലും ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ 9 ദിവസം കൊണ്ട് ആയാലും ഞങ്ങൾക്ക് ചെയ്തു തരത്തില്ല. അവർ ചെയ്യുന്നത് തെറ്റല്ലേ? നേരെ പോയാൽ ജനങ്ങൾക്കും നല്ലതാണ്, ജോലിക്ക് ഇരിക്കുന്നവർക്കും നല്ലതാണ്. ജോലിക്ക് തടസ്സമില്ലാതെ ചെയ്യാവുന്നതാണല്ലോ. ആർട്ട് എന്നാലും ജീവിതത്തിന്റെ ആവശ്യമുള്ളൂ. ഒരു റിഫ്രഷ്മെന്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യമാണ്. അപ്പോൾ അവർ ജോലിക്ക് തടസ്സമാകാത്ത രീതി ചെയ്യാവുന്നത് കുഴപ്പമില്ല. നമ്മളിപ്പോൾ അല്ല, അപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പൊതുജനങ്ങൾക്കുള്ള ആവശ്യങ്ങൾ നടപ്പാക്കാതെ അത്രയും സമയവും അല്ല, അത് ജോലിക്ക് തടസ്സം മൊത്തത്തിലുള്ള സർവീസ് തടസ്സമാവാത്ത രീതിയിൽ അവർ ഔട്ട് സൈഡിലാവാം, അല്ലെങ്കിൽ ഓഫ് ടൈമിലാവാം. ഒരു സമയത്തിനോട് യോജിക്കുന്നില്ല. ഇല്ല, സർക്കാർ ഓഫീസുകളിൽ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയായ നടപടി. ഓഫീസർക്ക് സമയം ചെയ്യുന്നത് യോജിക്കുന്നില്ല. കുറിച്ച് തെറ്റായ നടപടിയല്ല, ഓഫീസുകാരുടെ സഹകരണത്തോട് ചെയ്തതല്ലേ. വേറെ അതിൽ മോശമായ പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ തെറ്റായിട്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. സർക്കാർ ഓഫീസുകളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലാത്തതാണ്. ചിലപ്പോൾ സഹകരണം ഉണ്ടെങ്കിൽ എന്തും ആകാം എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാവരും പിറകെ നടക്കാനും കൂടുതൽ തമ്മിലുള്ള സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ നടന്നത്. അപ്പൊ ഈ പെൻഡിങ് ഫയലുകളൊക്കെ തീർക്കാൻ വേണ്ടിയല്ലേ ഞായറാഴ്ച അതെ, അതാണ് അതിനു വേണ്ടി വരുത്തുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് സമയം കളയുക തെറ്റാണ്. പലരും അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. സർക്കാരിന് നഷ്ടം വരും. തീരാത്ത ഫയലുകൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ വർക്കിംഗ് ഡേക്ക് ഹോളിഡേക്ക് വരാൻ പറ്റുന്നത്. അതിങ്ങനെ ദുർവിനിയോഗപ്പെടുത്തുന്നത് തെറ്റാണ്. ഞായറാഴ്ച സംഭവമല്ലേ? അതെ, അത് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ പെൻഡിങ് ഫയൽ തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഞായറാഴ്ച അവര് ഓഫീസിലേക്ക് വിളിക്കുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു റീൽസ് ക്രിയേറ്റ് ചെയ്ത് വൈറലാവുക എന്നുള്ളതൊക്കെ ശരിയായ നടപടിയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച്. അല്ല, അത് വൈറലാകാൻ വേണ്ടി ചെയ്തതല്ല. അത് ഓട്ടോമാറ്റിക്കലി അതൊരു സോഷ്യൽ മീഡിയയിലായിട്ട് വരികയും അത് അതിന് ശേഷം വൈറലാവുകയും ചെയ്തതല്ലേ. അതൊരു പ്രശ്നമുള്ള സംഗതിയായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യം നോക്കുവാണെങ്കിൽ എല്ലാ സർക്കാർ ഓഫീസുകളിലും ഫയലുകൾ വളരെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഞായറാഴ്ചകളിൽ വന്ന് ആ ഫയൽ തീർക്കാൻ കാണിച്ച് അവരെ ആ ഒരു മനസ്സിന് സല്യൂട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. അല്ലാതെ അവർ ചെയ്ത ആ റീൽസ് അത് സോഷ്യൽ മീഡിയ തരംഗമാവുകയോ അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വെറുതെ അത്രയും സമയം അവർക്ക് അവിടെ നഷ്ടമാവുകയല്ലേ, അവരുടെ ജോലിയിൽ നിന്നും അത്രയും സമയം നഷ്ടമാവുകയല്ലേ. ഇല്ലെന്നേ, അത് ഇപ്പോൾ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോൾ അതിനൊരു 5 മിനിറ്റ് 10 മിനിറ്റ് റിലാക്സേഷൻ ഒക്കെ അത്യാവശ്യമുള്ള സംഗതികളാണ്.
അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടില്ല. അപ്പൊ സാധാരണ ദിവസങ്ങളിലും ഇത്തരത്തിലൊരു 5-10 മിനിറ്റ് റീൽസ് ഒക്കെ എടുക്കാൻ ഉപയോഗിച്ചാൽ പ്രശ്നമില്ല എന്നാണ്. അല്ല, സാധാരണ ദിവസങ്ങളിലെ പോലല്ല. ഇപ്പം വീക്കെൻഡിൽ അല്ലെങ്കിൽ ഹോളിഡേയ്സിൽ അവർ പ്രത്യേകമായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നൊരു ദിവസമല്ലേ. ആ ദിവസങ്ങളിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിലും ആ ദിവസങ്ങൾ ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള ആ ദിവസവും പിന്നെ വേറെ വർക്കിംഗ് ഡേയ്സ് ചെയ്യുന്നത് രണ്ടാണ്. ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ചെയ്യുമ്പോൾ അതിനായിട്ടുള്ള പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഇത് വീക്കെൻഡിൽ ഹോളിഡേയ്സ് വന്നൊരു പരിപാടിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇല്ല, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലൊക്കെ കാര്യങ്ങൾ നടപ്പാക്കിയത് കൊണ്ട് പ്രശ്നമില്ല എന്നാണ് ചേട്ടൻ. ഇല്ല. അവർ ഓട്ടോമാറ്റിക്കലി ഒരു ഞായറാഴ്ചയാണ് അവർ പെൻഡിങ് ഫയൽ തീർക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ആ സമയത്ത് അവർ കണ്ട റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിനൊരു പ്രശ്നമായിട്ടൊന്നും കാണുന്നില്ല. ഇല്ല, സൺഡേസിൽ അങ്ങനത്തെ പ്രശ്നമായിട്ട് കാണുന്നില്ല. പക്ഷെ പൊതുവേ നോക്കുവാണെന്നുണ്ടെങ്കിൽ സർക്കാർ ഓഫീസുകൾ മിക്കതും ഫയൽ പെൻഡിങ് ആണ്. അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളൂടെയാണ് ഞാൻ. അപ്പോൾ പൊതുവെ സർക്കാർ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോഴത്തേക്കും പൊതുജനങ്ങൾക്ക് മാതൃകയാവേണ്ടവരല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അവർ തന്നെ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് തന്നെ ബുദ്ധിമുട്ടില്ല. അവർ തന്നെ വിചാരിക്കും അവർ ആഴ്ചയിൽ എല്ലാ ദിവസവും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും പല ഉദ്യോഗസ്ഥരും അവരെ കൃത്യമായിട്ടൊന്ന് നോക്കുകയോ അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള പരാതികളൊക്കെ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ ചെയ്യുമ്പോൾ അതെ, അത് പൊതുവേ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രം ബാധ്യതയല്ലല്ലോ മാതൃകയാകാന്നുള്ളത്. നമ്മൾ ഓരോരുത്തർക്കും മാതൃകയാണ്. ഇപ്പം നമ്മൾ തന്നെ ഓഫീസിൽ പോകുമ്പോൾ അവിടെ നമുക്കുണ്ട് സർവീസ്, അത് നമ്മൾ നേടിക്കേണ്ട നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. ഇപ്പം തന്നെ ഞാൻ ഒരു ഫയലുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നിരന്തരമായിട്ടൊരു പഞ്ചായത്ത് കയറി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഫയൽ പെൻഡിങ് ആയപ്പോൾ എൻ്റെ ഒരു ബാധ്യതയാണ്. ഞാൻ ഒരു വിവരാവകാശം വെച്ചു. റൈറ്റ് ടു ഇൻഫർമേഷൻ നമുക്ക് കിട്ടേണ്ട അവകാശമാണ്. അത് വെച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു മറുപടി 11-ാം തീയതി കിട്ടും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ടുള്ള അവകാശങ്ങളും അവസരങ്ങളും ഉണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്താൻ പാടില്ല. ഇപ്പോൾ അവർ മാതൃകയാകുന്നത് വെച്ചാൽ അവർ ഈ ഒരു കാര്യത്തിൽ ചിലപ്പം പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു സൺഡേസിലും അല്ലെങ്കിൽ വീക്കെൻഡിലും ഒക്കെ ജോലി എടുക്കാനായിട്ടൊരു മാതൃകയായി പോയിട്ടുണ്ടല്ലോ. അവരവരുടെ എൻജോയ്മെന്റ് പോലെ ഓരോന്ന് ചെയ്യുന്നു, നല്ലതല്ലേ? ശരിയായിട്ടുള്ളൊരു നടപടിയാണോ? അതെ, അവർ ഞായറാഴ്ച അവധി ദിവസമല്ലേ ചെയ്തത്, അല്ല വർക്കിംഗ് ഡേയ്സിലല്ല ചെയ്തത്. അവധി ദിവസം അവരവിടെ പോയി ചെയ്തതല്ലേ, അതിന് തെറ്റൊന്നുമില്ല. അപ്പൊ അത് ഒരു പെൻഡിങ് ഫയൽ തീർക്കാൻ വേണ്ടിയിട്ടല്ലേ ഞായറാഴ്ച ദിവസം അവർ ആ ഒരു ഇതിന് പോയത്. അതെ, അതിൻ്റെ ഇടയ്ക്ക് അവരെന്തായാലും മൺഡേ ടു സാറ്റർഡേ വരെ അവർക്ക് വർക്കിംഗ് ആണ്. അവർ അതിൻ്റെ ഇടയ്ക്ക് ഒരു എൻജോയ്മെൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ സൺഡേ അവർ പോയി എക്സ്ട്രാ പോയി ചെയ്തു, അതിനനുസരിച്ച് അവർ എൻജോയ്മെന്റ് ചെയ്തു. അത് തെറ്റൊന്നുമില്ല. ഇപ്പൊ ഉദ്യോഗസ്ഥരാണ് ചെയ്തതിൽ തെറ്റില്ല എന്നാണ് എൻജോയ്മെന്റ് പോലെയല്ലേ ചെയ്തത്, അല്ലാതെ വേറെ കുറ്റമായിട്ടൊന്നും അതിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. ക്രമക്കേടെ കാര്യങ്ങളൊന്നും അല്ലല്ലോ, ജസ്റ്റ് ഒരു റീൽ ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. അല്ല, ഓഫീസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടിക്കിടയിൽ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇത് സൺഡേ ആണ് എന്നുള്ളത് കൊണ്ട് ചെറിയൊരു എക്സ്ക്യൂസ് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവർ എക്സ്ട്രാ വർക്ക് ചെയ്യാൻ വന്ന സമയത്ത് ആയതുകൊണ്ട് വേറെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്ര എതിർക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം സൺഡേ എക്സ്ട്രാ വർക്ക് ചെയ്യാൻ വന്ന സമയത്തായതുകൊണ്ട് നോർമൽ ഡേയ്സ് ആണെങ്കിൽ ഒരിക്കലും അത് പാടില്ലാത്ത കാര്യം. പ്രേക്ഷകരുടെ പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇത്രയും സമയം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ ക്യാമറാമാൻ പ്രണവ് വിജയനൊപ്പം അനുജ പ്രകാശ്.